ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊച്ചിയിലാണ്. അപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് നമ്മൾ നാട്ടിലുണ്ടായിരുന്നു. നാളെ വീണ്ടും നമ്മൾ തിരിച്ച് ലക്ഷദ്വീപിലേക്ക് പോവുകയാണ്. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഷിപ്പിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത്, നാട്ടിലേക്ക് വന്നത് ഷിപ്പിലായിരുന്നു. 2 ദിവസം യാത്ര ചെയ്ത് വരുന്ന ഷിപ്പിലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ പോകുന്നത് ഫ്ലൈറ്റിലാണ്. കാരണം ഈ ഒരു മൺസൂൺ സീസണിൽ ഷിപ്പിലെ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര ഫ്ലൈറ്റിലാക്കി. അങ്ങനെ തലേ ദിവസം തന്നെ നമ്മൾ കൊച്ചിയിൽ വന്നു. തലേദിവസം വന്ന് നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. Please mind the gap between the train and the platform. പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലുണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് മെട്രോയിൽ കയറിയിട്ട് MG റോഡിൽ പോകണം. അപ്പോൾ MG റോഡിൽ പോയിട്ട് നമുക്ക് വീഡിയോ സംബന്ധമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ മെട്രോയിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ നമ്മൾ മേനക ജംഗ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ പള്ളിമുക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളിമുക്കിൽ പോയപ്പോൾ ആ ഷോപ്പിലൊന്നും നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ കയറുന്ന ഷോപ്പിൻ്റെ മുമ്പായിട്ട് ഇതുപോലൊരു പാനിപ്പൂരിയൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ നമ്മളവിടെ കയറി. അപ്പോൾ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സംഭവങ്ങൾ, അതായത് ഞാൻ കഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പാനിപ്പൂരി, ദഹിപ്പൂരി, സേവ് പൂരി. അപ്പോൾ ഈ 3 ഐറ്റംസാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് സേവ് പൂരി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടയായിരുന്നു. അങ്ങനെ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള സേവ് പൂരിയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ മേനക ജംഗ്ഷനിലുള്ള ഒരു ഷോപ്പിൽ വന്നു. ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്കൊരു റിംഗ് ലൈറ്റ് വേണം, പിന്നെ വന്നിട്ട് ഒരു ട്രൈപോഡ് വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി. അത്യാവശ്യം നല്ലൊരു ട്രൈപോഡും റിംഗ് ലൈറ്റും കൂടെ നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് സിദ്ദീഖ് എന്ന് പറഞ്ഞൊരാളാണേ. അപ്പോൾ അതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. ലൈറ്റൊക്കെ കത്തിച്ച് കാണിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പറഞ്ഞു തന്നു നമുക്ക്. അങ്ങനെ നമ്മൾ റിംഗ് ലൈറ്റും നമ്മുടെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ കുറേ ട്രൈപോഡ് ഇരിപ്പുണ്ടായിരുന്നു, നല്ല രസമുള്ള കുറേ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഇത് ക്യാമറ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. ക്യാമറയ്ക്ക് വെക്കാൻ പറ്റുന്ന കുറേ നല്ല ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പള്ളിമുക്കിൽ പോയിട്ട് അവിടെ കുറേ ഷോപ്പിൽ ചോദിച്ചു നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മളോട് ഈ മേനക ജംഗ്ഷനിൽ വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മിക്ക ഷോപ്പുകളിലും ഉണ്ട്, എല്ലാ ഷോപ്പുകളിലും ഈ സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഷോപ്പിൽ വന്നിട്ട് അവിടെ നല്ല പായസം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പായസവും ഒരു കോഫിയും പിന്നെ ഷവർമ്മ പോലൊരു സംഭവം. അപ്പോൾ അതും എല്ലാം കഴിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് മെട്രോയിൽ വന്നു. മെട്രോയിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ പോയി. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടോ നമ്മുടെ രാത്രി കാലത്തെ കൊച്ചിയിലെ ഒരു തിരക്ക് കണ്ടോ. അപ്പോൾ നാളെ രാവിലെയാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് റൂമിലൊക്കെ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നമുക്ക് ഇറങ്ങണം, എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഓട്ടോ ഒക്കെ വന്നു. അപ്പോൾ ഓട്ടോയിൽ കയറി നേരെ നമ്മൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളൊരു പച്ചക്കറി കടയിൽ വണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപിൽ പോകുന്നതിൽ മിക്ക ആൾക്കാരും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സംഭവമാണ് ഈ ഒരു പച്ചക്കറി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവിടെ ക്ഷാമമുള്ളത് ഈ ഒരു പച്ചക്കറിക്കാണ്. കാരണം ഈ പച്ചക്കറിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഷിപ്പിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചരക്ക് കപ്പൽ, അതിലൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ കപ്പലുകളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം പച്ചക്കറിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. നേരെ നമ്മൾ എയർപോർട്ടിൽ വന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫ്ലൈറ്റിൽ കയറാം.
അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ്സും ഒക്കെ കിട്ടി. ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഈ ഒരു 8ാമത്തെ ഗേറ്റ് നമ്പർ 8ൻ്റെ അവിടെ നമ്മൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം തന്നെ നമ്മളെ വിളിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ബസ്സിൽ കയറിയിട്ട് ഇനി നമ്മളെ ഫ്ലൈറ്റിനടുത്തേക്ക് കൊണ്ടുപോകും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 7 പേരോ 9 പേരോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ കൊച്ചിയിലെ ഡൊമസ്റ്റിക്കിലാണ് കേട്ടോ. ഡൊമസ്റ്റിക്കിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നേരെ ഫ്ലൈറ്റിലേക്ക് കയറി. ഫ്ലൈറ്റ് അഗത്തിയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി 1 മണിക്കൂർ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മൾ നമ്മുടെ അഗത്തിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ യാത്രയുടെ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ 20 മിനിറ്റാണ് കൊച്ചിയിൽ നിന്നും നമ്മുടെ അഗത്തിയിലേക്കുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ അഗത്തി എയർപോർട്ടിലെത്തി. അപ്പോൾ ഇനി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഫ്ലൈറ്റിൽ നിന്നും ഒരു ട്രോളി പോലുള്ളൊരു സംഭവത്തിനകത്ത് കൊണ്ടുവന്നിട്ട് ഇതാ ഇതുപോലെ ബൈ ഹാൻഡിൽ എടുത്ത് കൊണ്ടുവന്ന് എല്ലാവരുടെയും ലഗേജ് ഇതുപോലെ വെക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോയാൽ മതി. അപ്പോൾ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമായിരുന്നു ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലഗേജും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലഗേജും ഒക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മളൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങി ഉടനെ തന്നെ ഓട്ടോ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ചായ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടകളൊക്കെ 1-2 കടകളൊക്കെ നോക്കിയപ്പോൾ അതെല്ലാം ക്ലോസ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നിട്ട് ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കട തുറന്നിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറി നല്ല ചൂട് ചായയും ചൂട് പഴംപൊരിയും എല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.